ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സെല ലേണിംഗ്. അനകൗൺസ് ആണ് മക്കൾ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് നിൽക്കല്ലേ. അപ്പൊ നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയി. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെട്ടല്ലോ. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഈ ചോദ്യങ്ങൾ ഏത് ചാപ്റ്റർ നിന്നാണെന്നുള്ളത് ഊഹിക്കാൻ പറ്റുമോ? മിസ്സേ കുറെ ചാപ്റ്റർ ഇല്ലേ, അപ്പൊ ഏത് ചാപ്റ്റർ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പറയാം. ഇതായിരിക്കും അല്ലേ മൈൻഡില്. പറഞ്ഞുതരാം. നമ്മുടെ ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ. നമ്മുടെ യുഎസ്ആറും ലോകത്തിലെ സൂപ്പർ പവർ ആയിരുന്നു. പിന്നീട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ടായിട്ട് മാറിയതും ഒക്കെ നമ്മൾ പറയാം. അതായത് ലോകം 2ആയി മാറിയതും അവസാനം യുഎസ്ആർ ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയതൊക്കെ നമ്മൾ പഠിച്ചില്ലേ. യെസ്, അതാണ് നമ്മളെ എസ്സേ ക്വസ്റ്റ്യൻ ആയ ഫസ്റ്റ് ചോദ്യം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാറ്. ഓക്കെ. എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് ക്രിസ്മസ് എക്സാമിനും നിങ്ങളുടെ മോഡൽ എക്സാം പേപ്പറിലും ക്വസ്റ്റ്യൻ പേപ്പറിലും അതേപോലെ തന്നെ ഇനിയിപ്പം പബ്ലിക്കിലൊക്കെ കാണാൻ പോകുന്നൊരു ചോദ്യമാണ് സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷൻ, അതിന്റെ റീസൺ, അതിനുശേഷം എന്തു സംഭവിച്ചു നോക്കാം. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. റെഡി അല്ലേ? ഓക്കെ മക്കളെ, സോവിയറ്റ് യൂണിയനിലെ ഇന്റേണൽ വീക്ക്നെസ്സസ് ഉണ്ടായിരുന്നു. ഈ ഇന്റേണൽ വീക്ക്നെസ്സസ് സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനിലേക്ക് എത്തിച്ചു. അപ്പം ഈ ഒരു ഡിസിൻറ്റഗ്രേഷന്റെ റീസൺസ് എന്തൊക്കെയാ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് സോവിയറ്റ് യൂണിയന്റെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇന്റേണൽ വീക്ക്നെസ്സസ്, 2 സോവിയറ്റ് യൂണിയന്റെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇന്റേണൽ വീക്ക്നെസ്സസ്, 3 നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് 15 റിപ്പബ്ലിക്ക് ചേർന്നതാണ്. ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, നാഷണലിസം എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടാവാൻ തുടങ്ങി. സോ അതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു, ഡിസിൻറ്റഗ്രേറ്റ് ആയി. പിന്നെയോ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ, അതോടുകൂടെ ഡിസിൻറ്റഗ്രേഷൻ പൂർണ്ണമായി. ഓക്കെ. യെസ്, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഇന്റേണൽ വീക്ക്നെസ്സസ് ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ ഇന്റേണൽ വീക്ക്നെസ്സസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയായിരുന്നു ആണ് ചോദിക്കുന്നത്. മക്കളെ, ഇന്ന് മിസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ലേ. ഇത് എന്തുകൊണ്ടാ? മിസ്സിന് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തൊന്നും അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതെ, സോവിയറ്റ് യൂണിയനിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ത് ഉണ്ടായിരുന്നില്ല. അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ്, സിംഗിൾ പാർട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു പാർട്ടി ആവുന്ന സമയത്ത് ഒരു ഓപ്പോസിഷൻ പാർട്ടി ഒക്കെ വേണ്ടേ? ഭരണപക്ഷം കാണിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിപക്ഷം നമുക്ക് വേണം. പക്ഷെ അവിടെ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രതിപക്ഷമില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെടാ, നമ്മളെ തെറ്റുകൾ ആര് ചൂണ്ടിക്കാണിക്കും? നമ്മൾ പറയില്ലേ, ഈ തെങ്ങിയിൽ ആര് വെള്ളം നിറയ്ക്കും, അതേപോലെ തന്നെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കണ്ടേ? അതിനൊരു എന്ത് വേണം, ഒരു ഒപ്പോസിഷൻ പാർട്ടി നമുക്ക് വേണം അല്ലെ. അപ്പൊ ഒരൊറ്റ സിംഗിൾ പാർട്ടി ആയതും പ്രശ്നത്തിന് കാരണമായിട്ടുണ്ട്. ബ്യൂറോക്രാറ്റ്സിന്റെ ഡോമിനൻസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ജനങ്ങൾക്കും അക്കൗണ്ടബിൾ ആവുന്ന പാർട്ടി ഒന്നും അല്ലായിരുന്നു. ഇഷ്ടക്കണക്കിന് കറപ്ഷൻ, ഇത് പോരെ, വേറെ എന്ത് വേണം അല്ലേ? ഇതൊക്കെ സോവിയറ്റ് യൂണിയന്റെ പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിച്ച കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വീക്ക്നെസ്സസ് ആണ്. ഒന്ന് നമുക്ക് പറയാനുള്ളത്, എക്കണോമിക് സിസ്റ്റത്തിലേക്ക് ഒരു സ്റ്റാഗ്നേഷൻ ആണ്. ടെക്നോളജിക്കലി ഒരു അഡ്വാൻസും ഇല്ല. കൺസ്യൂമർ ഗുഡ്സിനൊക്കെ ഷോർട്ടേജ് വന്നു. അഗ്രികൾച്ചർ പ്രൊഡക്ഷനിലും ഫെയിലിയർ വന്നു. അതേപോലെ തന്നെ വെസ്റ്റുകാർ വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ആളുകളാണ്. അവരൊക്കെ അങ്ങനെയായി പോയല്ലോ, നമ്മൾ ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള തോട്ട് എന്ത് ചെയ്തു, ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ തുടങ്ങി. അടുത്തത് നമ്മൾ പറഞ്ഞു 15 റിപ്പബ്ലിക്സ്, ഉക്രൈന്, എസ്റ്റോണിയ, ലാറ്റ്വിയ, ജോർജിയ, ഇതൊക്കെ ചേർന്നാണ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ. ഇതില് നമ്മുടെ റഷ്യക്ക് മാത്രം കുറച്ച് അധികം ഡോമിനൻസാ. അങ്ങനെ പാടുണ്ടോ? 15 പേരെയും എന്ത് ചെയ്യണം, ഒരേപോലെ കാണണ്ടേ? അമ്മക്ക് 10 മക്കളുണ്ടെങ്കിലും 10 മക്കളെ 10 രീതിയിലാണ് അല്ല, ഒരേ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. സോ ഇവരെ എന്ത് ചെയ്തു, റഷ്യക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ല. അവർ അവോയ്ഡ് ചെയ്യുന്ന ഫീലാണ് ഇവർക്ക് ഉണ്ടാക്കിയത്, ബാക്കി 14 പേർക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഞങ്ങൾ ഇനി സോവിയറ്റ് യൂണിയൻ ഇല്ല എന്ന് അവർ പറഞ്ഞു പോയി. പിന്നെ എന്താ, നമ്മുടെ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ. മൂപ്പര് വരുന്നവരെ പരാജയം, അതായത് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ആവില്ല, ശിഥിലീകരിക്കില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് പൊക്കി കൊണ്ടുവരാം, ഉയർത്തി കൊണ്ടുവരാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് വന്നതോടുകൂടി ഇനി അധിക കാലത്ത് ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. മൂപ്പര് നല്ല രീതിക്കാണ് ഓരോന്ന് ചെയ്തെങ്കിലും അതൊക്കെ എന്ത് ചെയ്തു, പരാജയത്തിലേക്ക് അയച്ചു. 1985 സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് നമ്മുടെ മിഖായിൽ ഗോർബച്ചേവ് വരുന്നത്. അദ്ദേഹം USSRന്റെ പ്രസിഡന്റ് ആയി മാറുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് പൂർണ്ണമായിട്ടും നമ്മുടെ സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകുന്നുണ്ട്. അതിനായി 2 പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെയാ? പെരസ്ട്രോയിക്കയും ഗ്ലാസ്നോസ്റ്റും. അതോടുകൂടെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റിഫോംസിലെ ലക്ഷ്യങ്ങൾ, എയിംസ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ
ടെക്നോളജിക്കലി അഡ്വാൻസ്, വെസ്റ്റിനെ പോലെ നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ അത് നടന്നില്ല. സോവിയറ്റ് യൂണിയനിൽ നമുക്കറിയാം എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും വീക്ക്നെസ്സസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യണം. സോവിയറ്റ് യൂണിയൻ വെസ്റ്റേൺ കൺട്രീസും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. ഈ ഒരു ആഗ്രഹത്തിന്റെ പേരിലൊക്കെയാണ് വന്നെങ്കിലും എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ പൂർണ്ണമായിട്ട് സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടുന്നതിന് കാരണമായി. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ പരാജയങ്ങൾ. ഒരു നമ്മൾ അറിയില്ലേ, കേൾക്കാൻ നല്ലതാണ്, നല്ല ഓളുണ്ടല്ലോ, അതേപോലെയായിരുന്നു, നല്ല ഓളായിരുന്നു. പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സോവിയറ്റ് യൂണിയൻ ആ ഒരു അധപ്പതിക്കാണ്. ആൻഡ് ഈസ്റ്റേൺ കൺട്രിയിലെ ആളുകൾ എല്ലാവരും എന്ത് ചെയ്തു, ദ ആലീസ് ഓഫ് USSR വേ എഗെയിൻസ്റ്റ് ദ കമ്മ്യൂണിസ്റ്റ് റൂൾ. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഇവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതേപോലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ നാഷണലിസം, അതേപോലെ സുവേണിറ്റി, ഇതെല്ലാം പല റിപ്പബ്ലിക്സുകൾ ഉണ്ടാവുന്നതിന് കാരണമായി. പിന്നീട് റഷ്യ USSRന്റെ പിൻഗാമിയായിട്ട് വരുന്നു. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ പോകുന്നു. പിന്നെ നമ്മളൊരു ക്യാപിറ്റലിസം ഡെമോക്രസി, പോസ്റ്റ് സോവിയറ്റ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, പോസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഈ ഒരു ക്യാപിറ്റലിസം ഡെമോക്രസിയും സ്വീകരിച്ചു. അത്രയും കാലം അവർക്ക് സോഷ്യലിസം ആയിരുന്നു, സോഷ്യലിസം കമ്മ്യൂണിസം ആയിരുന്നു അവരുണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ട് ഒരു ക്യാപിറ്റലിസം ഡെമോക്രസി അവർ സ്വീകരിച്ചു. റഷ്യ സോവിയറ്റ് യൂണിയന്റെ സക്സസർ ആയി വന്നു. റഷ്യയിൽ ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ് ആയിട്ട് 1991 മുതൽ 1999 വരെ ബോറിസ് യെൽസിൻ വരികയാണ് ചെയ്തത്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായി ഡിസിൻറ്റഗ്രേറ്റ് ആയതിനെ തുടർന്ന് നമ്മുടെ കോൾഡ് വാർ അവസാനിച്ചു. ആരൊക്കെ തമ്മിലായിരുന്നു കോൾഡ് വാർ? US-ഉം USSR-ഉം. അപ്പൊ പൂർണ്ണമായിട്ട് സോവിയറ്റ് യൂണിയനെ അധപ്പതിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാണ്, അവിടെ വേറൊരു ആള് എന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പോലും ഇല്ല. അങ്ങനെ വേൾഡിലെ സൂപ്പർ പവർ ആയിട്ട് ആര് മാറി? യെസ്, ഒരു യൂണിപോളാർ വേൾഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ US അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, വേൾഡിലെ സൂപ്പർ പവറായി മാറുന്നു. കോൾഡ് വാർ അവസാനിച്ചു. പവർ റിലേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. പുതിയ പല കൺട്രീസും എന്ത് ചെയ്യുന്നു, എമേർജ് ആവുന്നു. ഇതൊക്കെ സോവിയറ്റ് ഭരണകാലത്താണ് നടന്നത്. ഓക്കെ, അപ്പൊ സോവിയറ്റ് യൂണിയന്റെ ആ ഒരു ഭരണകാലത്താണ് ഇത് മുഴുവൻ സംഭവിച്ചത്. അവസാനം സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായിട്ട് പരാജയത്തിലേക്ക് പോയിട്ട് റഷ്യ സോവിയറ്റ് യൂണിയന്റെ പിൻഗാമിയായിട്ട് വരുന്നത് വരെ. ഓക്കെ മക്കളെ, ഇത് നമുക്കൊരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി 5, 4 ആ ഒരു മാർക്കിന് വരുന്നതാണ് ഷോക്ക് തെറാപ്പി. ഇത് രണ്ടും ഈ ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ തന്നെയാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പൊ നമുക്ക് അതും എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പൊ ഷോക്ക് തെറാപ്പിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ ആണ്, ഒരു പ്രോസസ് ഓഫ് ട്രാൻസിഷൻ ആണ് ഇവിടെ പറയുന്നത്. എവിടുന്ന് എങ്ങോട്ടുള്ള ട്രാൻസിഷൻ ആണ്? നമ്മൾ ഒരു അതോറിറ്റേറിയൻ സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് നമ്മളൊരു ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനെയാണ് ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത്. റഷ്യ, സെൻട്രൽ ഏഷ്യ, ഈസ്റ്റേൺ യൂറോപ്പ് ഇവിടെയൊക്കെ ഇത് കാണാമായിരുന്നു. ആൻഡ് ഇത് വേൾഡ് ബാങ്കും IMF-ഉം ഇൻഫ്ലുവൻസ് ആവുന്നു. ആൻഡ് കെയിം ടു ബി നോൺ ആസ്, അത് ഷോക്ക് തെറാപ്പി എന്ന പേരിൽ വരികയാണ് ചെയ്തത്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നതാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിസി, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. കലക്റ്റീവ് ഫാമിംഗ് സിസ്റ്റം എന്ത് ചെയ്യാണ്, ഉണ്ടാവണം. പ്രൈവറ്റ് ഫാമിങ്ങിന് പകരം കലക്റ്റീവ് ഫാമിങ്ങിലേക്ക് വരുന്നു. സോവിയറ്റ് മോഡൽ ഓഫ് എക്കോണമി റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് എക്കോണമി എന്ത് ചെയ്യാണ്, ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പൊ അത്രയും കാലത്തോളം ഒരു സോവിയറ്റ് മോഡൽ ഓഫ് എക്കോണമി ആണെങ്കിൽ പിന്നീട് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് എക്കോണമിയിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ വരുന്നു. ആൻഡ് ഈ ഷോക്ക് തെറാപ്പിയുടെ കോൺസിഗ്നസസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കോൺസിഗ്നസസ് ഒക്കെ ഉണ്ടാവില്ലേ, എല്ലാത്തിനും ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാം കൊലാപ്സ്ഡ് ആയിപ്പോയിട്ടോ. ഇൻഫ്ലമേഷൻ, പണപ്പെരുപ്പം കൂടി, ആളുകളുടെ കയ്യിലെ സേവിങ്സ് ഒക്കെ തീർന്നു. ഇനി ഒന്നുമില്ല. അവിടുത്തെ റഷ്യന്റെ നാണയം, അവിടെ റൂബിളിന് എന്ത് ചെയ്തു, അതിന്റെ വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു പോയി. അതേപോലെ കരിഞ്ചന്തകൾ കൂടി വന്നു. പിന്നെ നമ്മളെ കളക്റ്റീവ് ഫാമിംഗ് സിസ്റ്റം പൂർണ്ണമായി കൊളാപ്സ് ചെയ്ത് ഫുഡിന്റെ ഷോർട്ടേജ് ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ നമ്മളെ ഇന്റേണൽ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഡിക്ലൈൻ ആയിപ്പോയി. ഒരു സോഷ്യൽ വെൽഫെയർ സിസ്റ്റം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആയി. അക്കാദമിക്സ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ, ഈ മാൻ പവർ, ആരാണ് നമ്മുടെ രാജ്യത്തിലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് പറഞ്ഞത്, അവരൊക്കെ എന്ത് ചെയ്യുക, വേറെ രാജ്യങ്ങൾ തേടി അവർ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ
എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ മാഫിയ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തു അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് എസ്എ ക്വസ്റ്റ്യൻ ആണ്, സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷൻ. അതേപോലെ തന്നെ അടുത്തത് ഒരു 5-6 മാർക്കിനുള്ള റേഞ്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു സെക്ഷനിൽ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. സോ ദാറ്റ്സ് അവർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.